മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊലപ്പെടുത്തിയ നാഥൂറാം വിനായക് ഗോഡ്സെയെ സോഷ്യൽ മീഡിയയിലൂടെ പ്രകീർത്തിക്കുകയും തുടർന്ന് അന്വേഷണം നേരിടുകയും ചെയ്ത അധ്യാപിക ഷൈജ ആണ്ടവനെ ഡീനായി നിയമിച്ച NITയുടെ നടപടിക്കെതിരെ പ്രതിഷേധിക്കുകയാണ് കോഴിക്കോട് MP MK രാഘവൻ. ഗാന്ധിയുടെ ആശയങ്ങൾ തന്നെ ഉൾക്കൊണ്ട് ഉപവാസമിരുന്നാണ് കോൺഗ്രസ് MPയായ MK രാഘവൻ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന NITയുടെ നടപടിക്കെതിരെ പ്രതിഷേധിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്ത ഉപവാസ സമരം കോഴിക്കോട് NIT ക്യാമ്പസിന് മുന്നിലാണ് നടന്നത്. ഷൈജ ആണ്ടവന്റെ നിയമനം മാനദണ്ഡങ്ങൾ മറികടന്നാണ് നടത്തിയിരിക്കുന്നതെന്നും നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും MK രാഘവൻ ഡൂൾ ന്യൂസിനോട് പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിംഗിൽ പറഞ്ഞത് പ്രൗഡ് ഓഫ് ഗോഡ്സെ ഫോർ സേവിങ് ഇന്ത്യ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ കേസിലെ ഘാതകനെ വാഴ്ത്തുന്ന അതിൻ്റെ അർത്ഥം. രാഷ്ട്രപിതാവിനെ നിന്ദിക്കുന്നു, ഗോഡ്സെയെ വന്ദിക്കുന്നു. മനസ്സിലായിക്കൊള്ളണം. ഈ ഒരു മെസ്സേജ് ഒരു അധ്യാപിക കൊടുക്കുമ്പോൾ എന്താ നമ്മുടെ ഈ വളർന്ന ജനറേഷന് മുമ്പിൽ എങ്ങനെയാണ് കുട്ടികൾ ഇതിനെ കാണുക? പാരൻസ് എങ്ങനെ കാണുക? രാഷ്ട്രപിതാവിനെ പരസ്യമായി നിന്ദിക്കുന്ന ഏർപ്പാടാണ്. ഇപ്പോൾ സർവീസ് ചട്ടമനുസരിച്ച് അവരുടെ പേരിൽ ആക്ഷൻ വരേണ്ടതാണ്. അവരുടെ പേരിൽ പോലീസ് കേസുമുണ്ട്. ആക്ഷൻ എടുക്കുന്നില്ല മാത്രമല്ല, ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ അവർ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഡീനായി. അപ്പം അതിൻ്റെ അർത്ഥം ഇതിനെ കേന്ദ്ര ഗവൺമെൻറ്റും എൻഡോഴ്സ് ചെയ്യുന്നതിൻ്റെ അർത്ഥം ഇത് കൊടുക്കുന്ന സന്ദേശം വളരെ മോശമായ സന്ദേശമാണ്. അപ്പോൾ ഇതിനെതിരെ മുഴുവൻ ആളുകളും ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകണം. രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല. കാരണം ഇങ്ങനെ ഒരു അധ്യാപികയെ വെച്ച് ഒരു സ്ഥാപനം നടത്തിയാൽ എന്തായിരിക്കും നാളത്തെ തലമുറ നമ്മൾ ആലോചിച്ചോളാം. ഇവരാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നാളൊന്നും ഗാന്ധിജിക്ക് സ്ഥാനമുണ്ടാവില്ല. MPയുടെ ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യമറിയിച്ച് ജില്ലയിലുടനീളമുള്ള കോൺഗ്രസ് പ്രവർത്തകർ സമരവേദിയിലെത്തുന്നുണ്ട്. ഷൈജ ആണ്ടവനെ പോലുള്ളവരെ മാറ്റി നിർത്തുന്നതിനു പകരം സംരക്ഷിക്കുന്ന നിലപാടാണ് നമുക്ക് ചുറ്റും കാണുന്നതെന്ന് KSU മുൻ സംസ്ഥാന അധ്യക്ഷനും കോൺഗ്രസ് നേതാവുമായ KM അഭിജിത്ത് ഡോൾ ന്യൂസിനോട് പ്രതികരിച്ചു. ഫേസ്ബുക്കിൽ അവർ പങ്കുവച്ചത് ആ ഒരു കമന്റ് ഇട്ടതിന് ശേഷം അതിനെ ന്യായീകരിക്കുന്ന സമീപനങ്ങളും അവർ സ്വീകരിച്ചു. ഒരു ഭാഗത്ത് അതിനെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങൾ നടന്നു. ഈ വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധം, പൊതുസമൂഹത്തിന്റെ പ്രതിഷേധം, കോൺഗ്രസിന്റെയും ഒക്കെ പ്രതിഷേധങ്ങൾ നടന്നു. എന്നാൽ അവർ ആ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകാൻ തയ്യാറായില്ല. അവസാനം കേരള പോലീസിന് അവരുടെ പേരിൽ കേസെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ കേസെടുത്ത് അവരെ മാറ്റി നിർത്തേണ്ടതിന് പകരം അവരെ സംരക്ഷിക്കുന്ന സമീപനങ്ങളാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഈ വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും ബഹുമാനപ്പെട്ട കോഴിക്കോടിന്റെ MP ശ്രീ MK രാഘവൻ നിരന്തരം ഇടപെട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലും 0 അവറിലും വിഷയം ഉന്നയിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയാണ് സംഘപരിവാർ ഭരണകൂടം തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. ഡീനായി സ്ഥാനക്കയറ്റം ലഭിച്ച ഷൈജ ആണ്ടവൻ ഏപ്രിൽ 7-നാണ് ചുമതലയേൽക്കുന്നത്. 2 വർഷത്തേക്കാണ് നിയമനം. പ്രൊഫസർ പ്രിയാചന്ദ്രന്റെ കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് ഷൈജ ആണ്ടവനെ ഡീനായി നിയമിച്ചത്.